മഹാകാളി ഹീലിംഗ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് വരണോ, അല്ലെങ്കിൽ പീരീഡ്സ് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ആണ്. നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ ഹീലിങ്ങിന് നമ്മൾ സഹായിക്കുന്നത് സാക്ഷാൽ മഹാകാളിയാണ്. ഈ മഹാകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്, പരാശക്തിയുടെ 10 ഭാവങ്ങളിലൊന്നാണ്. ഇത്രയും പവർഫുള്ളായിട്ടുള്ള ദേവതയാണ്. ആ ദേവതയുടെ തന്നെ പല പല ഭാവങ്ങളുണ്ട്. അപ്പോൾ അതിലുള്ള ഭാവങ്ങളാണ് നമ്മുടെ അടുത്ത് സാധാരണ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. പക്ഷേ മഹാകാളിയാണ് അതിനകത്ത് പുറകിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മഹാകാളി ഹീലിംഗ് നമ്മൾ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇവർക്ക് ശുദ്ധി അശുദ്ധി എന്നൊരു സംഭവമില്ല. കാരണം ആക്ച്വലി ശുദ്ധി അശുദ്ധി എന്നൊരു സാധനം ഇല്ല. ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയിരിക്കുന്ന കുറേ സാധനങ്ങളായിട്ടാണ് എൻ്റെ ഒരു തത്വട്ടാ, എൻ്റെ വിശ്വാസം അതാണ്. ശുദ്ധി അശുദ്ധി എന്ന് പറഞ്ഞ സംഭവങ്ങൾ നമ്മളുണ്ടാക്കിയിട്ടുള്ളതാണ്, മനുഷ്യരുണ്ടാക്കിയിട്ടുള്ളതാണ്. ആക്ച്വലി അങ്ങനെ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം പഞ്ചഭൂതങ്ങളല്ലേ. അപ്പോൾ ശുദ്ധി എവിടെയാണ്, അശുദ്ധി എവിടെയാണ്? എനിക്കെപ്പോഴും മനസ്സിലാകാത്തൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി ബോധേടല്ല. ഞാൻ ഇത്തരം കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുമല്ല. അപ്പോൾ പീരീഡ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒത്തിരി പേർക്ക് ഹീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എനർജി വർക്ക്, ആ ബാധന റിലീസ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഒരു തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മയോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. അതേപോലെ കുളിക്കാത്ത ആൾക്കാർ വന്നാലും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് മാംസങ്ങൾ കഴിക്കുന്ന ആൾക്കാർ, അതും ഒരു കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ നമുക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ ആ ദേവത വരും, ആ സാധനത്തിനെ പിടിക്കും, റിലീസ് ചെയ്ത് കളയും. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു അനുഭവം.